എനിക്ക് വയ്യ, ഒരടി പോലെ നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഇത് നടക്കണ്ടല്ലോ, ഇനി ഉള്ളിലേക്ക് കയറിയാ പോരെ. അതിന് പോലും എനിക്ക് വയ്യെന്നാ പറഞ്ഞത്. എന്തേ രാവിലെ തന്നെ എത്ര ക്ഷീണം? ഈ ഓഫീസിനുള്ള സ്പേസ് എടുക്കുന്ന സമയത്ത് വല്ല ഗ്രൗണ്ട് ഫ്ലോറിൽ എടുത്താൽ പോരെ. ഈ രണ്ടാമത്തെ മൂന്നാമത്തെ നിലയിലൊക്കെ എടുത്തു വെച്ചിട്ട് ആൾക്കാർക്ക് എന്തൊക്കെ അപകടം വരാനുള്ള ചാൻസസ് ഉണ്ടല്ലേ. അപകട സാധ്യതയോ? പിന്നല്ലാതെ ഇപ്പൊ ദേ സ്റ്റെയർ കയറുന്ന സമയത്ത് തന്നെ എത്ര പേർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് അപകടം വരാൻ സാധ്യതയുണ്ട്. വേണ്ട, ഇനി അവിടുന്ന് തെന്നി വീണ് അപകടം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പൊ സ്റ്റെയർ കയറാണ്ടിരുന്നാ പോരെ, ലിഫ്റ്റ് ഉണ്ടല്ലോ. ലിഫ്റ്റ് കയറുമ്പോൾ അതിലും അപകടമല്ലേ. ലിഫ്റ്റ് എവിടെയെങ്കിലും വെച്ച് പകുതിക്ക് നിന്നു പോയാലോ, അല്ലെങ്കിൽ ലിഫ്റ്റ് പൊട്ടി താഴെ വീണാലോ? സോ റിസ്ക്. എന്റെ പൊന്നെ, രാവിലെ തന്നെ വന്നിരുന്ന് ഇങ്ങനെ ദുരന്തം പറയല്ലേ മായേ. ഞാൻ പറയുമ്പോൾ ദുരന്തം പറയുവാണെന്നല്ലേ. ആക്ച്വലി താരാ, ഞാനേ എൻ്റെ ഒരു ഉൾവിളിയുടെ പുറത്ത് പറയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ഉൾവിളിയോ? ആ, ഉൾവിളി. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ഓഫീസിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ സൂചിപ്പിക്കുന്നത്. പിന്നെ ഞാൻ ഓരോ കാര്യം പറയുമ്പോഴും നിങ്ങളാരും മുഖവരയ്ക്ക് എടുക്കാറില്ല, അതാണ് സത്യം. കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് ഇവിടെ പ്രശ്നമുണ്ട് എന്നുള്ളത് സത്യം തന്നെയാ. അത് വിചാരിച്ച് ഈ ഓഫീസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറയാൻ പറ്റുമോ? അവിടെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം. എന്ത് കാര്യം ഉണ്ടെങ്കിലും ആരും സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. ഇതൊക്കെ എന്ത് വലിയ അപകടത്തിലേക്കും ദുരന്തത്തിലേക്കും നമ്മളൊക്കെ നയിക്കുന്നതെന്ന് അറിയാമോ? ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഓഫീസിൻ്റെ കാര്യം മാത്രം എടുക്കും. ഇവിടെ പെട്ടെന്നൊരു ഭൂകമ്പമോ അല്ലെങ്കിൽ തീപിടുത്തമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോയെന്നുണ്ടെങ്കിലേ ഓടി രക്ഷപ്പെടുന്ന കാര്യം മക്കളാരും ആലോചിക്കുക പോലും വേണ്ട കേട്ടോ. ഇങ്ങനെ ഡയലോഗ് അടിക്കണ നീയാണോ താമസിക്കാൻ ടോപ്പ് ഫ്ലോറിൽ ഫ്ലാറ്റ് വേണമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കണേ? അല്ല, അവിടെ ഈ ഭൂകമ്പം തീപിടുത്തൊന്നും വന്നാൽ ഒരു കുഴപ്പമുണ്ടാവില്ല? അതങ്ങനെയല്ല താരാ, രണ്ടിനെയും രണ്ടായിട്ട് വേണം കാണാൻ. എന്ത് രണ്ടായി കണ്ട കാരണമായ നീ പറയണത്? ഞാനേ കുറച്ച് പ്രപഞ്ച സത്യങ്ങൾ താരയായിട്ട് ഡിസ്കസ് ചെയ്യും. ആഹാ, സത്യങ്ങളോ? എന്നാ ഞങ്ങളടുത്തും പറയാം, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അയ്യോ, ഇത് നിങ്ങൾ കേൾക്കണ്ട, മൊത്തം ദുരന്തങ്ങളാണ്. മായ പറയുന്നതല്ലേ, അതിപ്പോ ദുരന്തമാണെന്ന് ആർക്കറിയാത്ത. അയ്യോ ചിരിച്ചോ ചിരിച്ചോ ചിരിച്ചോ. ഞാൻ കാരണം നിങ്ങളുടെ മുഖത്തൊരു ചിരി പടരുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലെ പോയിന്റ്സ് അതവിടെ തന്നെ നിൽക്കും. അതൊക്കെ ഓർത്താൽ നിങ്ങൾക്ക് കൊള്ളാം. ആരും ഓർത്തില്ലെങ്കിലും ഞാൻ ഓർക്കുമായ എൻ്റെ വാക്കാണ്. ഈ പറഞ്ഞത് ജെനുവിനായിട്ടാ പറഞ്ഞെങ്കിൽ സന്തോഷം. ഇവന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇവൻ ബാക്കിയതാണെന്ന്. ഓ, ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ഒന്നായല്ലേ? ആയിക്കോട്ടെ, ശരി. മായ, നിക്ക്, പിണങ്ങി പോവല്ലേ. വലിയ കാര്യം ഉണ്ടായിരുന്നോ? ഇനിയിപ്പോ ഈ കാരണം മതി, ഇന്ന് മൊത്തം മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കും. അവൾ ഇനി എന്താ പറയുമ്പോൾ നീ അതുകൊണ്ട് സമ്മതിച്ചു കൊടുത്തേക്ക്. ടോപ്പാക്കി വിട്ടാൽ മതി, അവൾ സെറ്റ് ആയിക്കോളും. ആ, എന്നാ ഞാൻ അങ്ങനെ ചെല്ലട്ടെ. വരുന്നില്ലേ? എടാ, ഞാനൊരു ന്യൂസ് കേട്ടു. എന്ത് ന്യൂസ്? നമ്മുടെ ഓഫീസിൽ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ? അതായത് മാനേജ്മെൻറ്റ് തലത്തിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓഫീസിലും ചില ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. എന്താ ചേഞ്ചസാണ് വരുന്നത്? നല്ല സൂചന നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ല, അതിനെക്കുറിച്ചിട്ട് എനിക്ക് അങ്ങനെ വ്യക്തമല്ല. നമ്മുടെ ഹെഡ് ഓഫീസിൽ അനന്തുല്ലേ, അവനാണിത് ചോർത്തി തന്നത്. ഓ, പക്ഷേ വരും സമയങ്ങളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അതുമാത്രമല്ല, കൃഷ്ണ സാറ് ജോണുമായിട്ട് എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ജോണായിട്ടോ? ആ, ജോണുമായിട്ട്. പക്ഷെ എന്താണെന്നത് വ്യക്തമല്ല. നമുക്കുള്ള പണിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എടാ, അപ്പുറത്ത് നിൽക്കുന്ന അവനാണെങ്കിലേ നമുക്കുള്ള പണി തന്നെയാണ്, നീ ഉറപ്പിച്ചോ. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഇതുവരെയുള്ളതൊക്കെ നമ്മൾ നേരിട്ടില്ല, ഇനിയുള്ളത് നമ്മൾ നേരിടും, ശക്തമായിട്ട് നേരിടും. അത്രയേ ഉള്ളൂ. വാ, നമുക്ക് ഓഫീസിൽ കയറാം. ഓ, ടാർക്ക് ഓഫീസിൽ കയറണല്ലേ? മോനെ, ജോലി ചെയ്താലേ പൈസ കിട്ടുള്ളൂ. നീ വന്നേ. അത് ശരിയാണ്. ഐ വാണ്ട് മണി, മണി മേക്ക് എ പവർ. വാ, ഇങ്ങോട്ട് പറഞ്ഞാ നീ. മായേ, നീ ഇപ്പോഴൊന്നും വിട്ടില്ല? പിന്നെ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ കളിയാക്കിയത് ഞാൻ മറക്കണം എന്നാണോ പറയുന്നത്? എടോ, ഇവിടെ പരസ്പരം എല്ലാരും ഇങ്ങനെ കളിയാക്കണില്ലേ? അതൊക്കെ അതിന്റെ ആ സെൻസിലെടുത്ത് വിട്ടാ പോരെ? ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ സെൻസിലെടുക്കുന്ന ആകെ പാഠം ഞാൻ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാലോ എല്ലാവരും കൂടി എന്നെ അങ്ങ് മണ്ടത്തിയാ. ഇനി ആരൊക്കെ മണ്ടത്തിയാക്കിയാലും ഞാൻ ആക്കില്ല, പോരെ? അതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ലേ നീ? നിന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞിട്ട് എനിക്കെന്ത് കാര്യം? നീ പറഞ്ഞ കാര്യങ്ങളിലെ ലോജിക്ക് അല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ മണ്ടത്തിയാണെന്നുള്ള അഭിപ്രായം നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ല, അങ്ങനെയല്ലേ? നീ പറയുന്നതെല്ലാം മണ്ടത്തരാന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കും ഇല്ല.
ഈ പറയുന്ന കാര്യങ്ങളിലെ മണ്ടത്തരങ്ങൾ കുറച്ചൊന്ന് കുറച്ചാൽ മതി. ആ ഒരു അഭിപ്രായമുണ്ട്. അങ്ങനെ പറ, ഇപ്പോഴല്ലേ ക്ലിയർ ആയി? ഇപ്പൊ ക്ലിയർ ആയേ? ഹലോ എവ്രിവൺ. കൃത്യസമയത്ത് തന്നെയാണല്ലോ സാറിന്റെ വരവ്. കളിയാക്കാതമായ എൻ്റെ ബുള്ളറ്റ് ഒന്ന് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അത് കൊടുക്കാൻ വർക്ക്ഷോപ്പിൽ പോയിട്ട് വരുമ്പോൾ ഇത്തിരി ലേറ്റ് ആയി. ജോണിന്റെ ബുള്ളറ്റ് ഇന്ന് കംപ്ലൈന്റ് ആണല്ലോ. ഒന്നും പറയണ്ട, ഈ ഓൾഡ് വിൻറ്റേജ് വണ്ടിയുള്ള പ്രേമം കാരണം ഒരു 80s മുകളിൽ ബുള്ളറ്റ് മേടിച്ചു. പക്ഷെ അത് വാങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത് 80s അവർ വാങ്ങിയതിന് ശേഷം അത് യൂസ് ചെയ്തിട്ടില്ലെന്ന്. അതുകൊണ്ട് ഇപ്പോൾ എപ്പോൾ എടുത്താലും വണ്ടി കംപ്ലൈൻറ്റാണ്. അത് നന്നാക്കാൻ ഞാൻ മുടക്കിയ കാശുണ്ടെങ്കിൽ എനിക്ക് 2 പുതിയ ബുള്ളറ്റ് വാങ്ങണം. അല്ലെങ്കിലും വണ്ടികളെ കുറിച്ച് വലിയ അറിവുണ്ടെന്ന് വിചാരിക്കുന്ന പലർക്കും ജോണിനെ പോലെ ചില മണ്ടത്തരങ്ങളൊക്കെ പറ്റാറുണ്ട്. ഓ, മണ്ടത്തരങ്ങളെപ്പറ്റി എന്നോട് പറയുന്ന ഒരാൾ. നീ പറഞ്ഞത് മണ്ടത്തരം എന്നല്ല ജോൺ ഉദ്ദേശിച്ചത്. ജോണിന് പറ്റിയ പോലെ മണ്ടത്തരങ്ങൾ നിനക്കും പറ്റാറുണ്ടെന്ന് അല്ലേ? അല്ലേ ജോൺ? അതെ അതെ അതെ, നമ്മളെപ്പോലുള്ള ബുദ്ധിയുള്ള ആൾക്കാർക്കും ഇടയ്ക്ക് ഓരോ മണ്ടത്തരങ്ങൾ പറ്റാറുണ്ടെന്ന്. അത് ജോൺ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇപ്പം ജോണിന് പറ്റിയ പോലെ ചില മണ്ടത്തരങ്ങളൊക്കെ എനിക്കും പറ്റിയിട്ടുണ്ട്. ഈ എന്നെ വരെ പറ്റിക്കാൻ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. അതെ അതെ. എന്ത് പറ്റി തരാം? എന്ത് പറ്റി? അല്ല, കൃഷ്ണ സാറിനെ കണ്ടില്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ സാർ എത്താറുണ്ടല്ലോ. ലീവ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. സാറെന്താ വരാത്തത് നോക്കാറുണ്ട്. അപ്പം നിങ്ങൾ രണ്ടുപേരും കാര്യമൊന്നും അറിഞ്ഞില്ലേ? എന്ത് കാര്യത്തെ കുറിച്ച് ജോൺ പറയുന്നേ? എടാ രാകേഷ്, നിങ്ങളൊന്ന് പെട്ടെന്ന് വന്നേ. എന്താണ് എന്ത് പറ്റി? ഒരു കാര്യമുണ്ട്, നിങ്ങളൊന്ന് വാ, പെട്ടെന്ന് വാ. എടാ, ഈ ആഴ്ച എന്താണ് പുതിയ കുരിശ്? എനിക്കൊരു പിടി കിട്ടുന്നില്ലല്ലോ. നമുക്ക് വല്ല പുതിയ പണി ആയിരിക്കുമോ? അത് നീ ഞാൻ മുഖത്തോട് മുഖം നോക്കി ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. പോയി അന്വേഷിക്കണം. എന്നാ പോയി അന്വേഷിക്കാം. വന്നേ. ഓ, ഇവനാണോ ഈ ആഴ്ചത്തെ പുതിയ പ്രശ്നം? എന്ത്? ഇവനാണോ ഈ ആഴ്ച പുതിയ പ്രശ്നം കൊണ്ടുവന്നിരിക്കുന്നത്? നീ എന്ത് തേങ്ങടി പറയണേ? ജോൺ ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെന്തോ പറയാണ്ട് കണ്ടുള്ള മായ ഞങ്ങളങ്ങോട്ട് വിളിച്ചത്. അതെ, അത് ഈ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ വാർത്തയാണ്. വാർത്തയെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞ പോയിരുന്നു. ഇത്രയും വലിയ ബിൽഡപ്പ് ഒക്കെ തന്നെ നീ എന്തിനാ അങ്ങോട്ട് ഓടി പോകുന്നത്? ഞങ്ങൾ വിചാരിച്ചു ഇവിടെ എന്തോ ഭീകര സംഭവം നടക്കുകയാണ്. അതാണ് ഈ മരണവെപ്രാളത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടി വന്നത്. കുടിച്ചോണ്ട് ചായ അവിടെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ചേര് ഒരുമാതിരി വലിച്ചിട്ടുണ്ടാവും. നിങ്ങളൊരു ചായയുടെ പേരിൽ ഇങ്ങനെ കിടന്ന് പറയണ്ട. ചായയല്ലേ, നല്ല ചൂട് ചായ ഞാൻ കൊണ്ടുവന്ന് തരാം. അതിൽ ചൂടുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആ പറ. അത് ജോൺ തന്നെ നേരിട്ട് പറ. ഞാൻ തന്നെ പറയണമെന്നില്ല, നിങ്ങളായാലും പറഞ്ഞാലും പോരെ. ചേടാ, ഇത് ഭീകര സസ്പെൻസ് ആണല്ലോ. ആരെങ്കിലും വാദമൊന്നും പറയും. ഞാൻ പറയാം. നമ്മുടെ കൃഷ്ണ സാറിനെ ഹെഡ് ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ഇതാണ് അപ്പോൾ വലിയ ആനക്കാര്യം. അങ്ങനെ എല്ലാ മാസവും അപ്ഡേറ്റ് കൊടുക്കാൻ വേണ്ടി ഹെഡ് ഓഫീസിലേക്ക് പോകുന്നതാണ്. എന്നാലേ ഇത് അങ്ങനെ ഒരു പോക്കല്ല. പിന്നെ എങ്ങനെയുള്ള പോക്കാണ്? സാറിനെ എന്തോ ട്രെയിനിങ്ങിനായിട്ട് 2 ആഴ്ചത്തേക്കാണ് ഹെഡ് ഓഫീസിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. എന്ത് ട്രെയിനിങ്? എന്താണെന്നും പറഞ്ഞില്ല, ട്രെയിനിങ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ആരോടാണ് പറഞ്ഞത്? എന്നോട്. നിന്നോടോ? അതെന്താ ഞങ്ങളോട് ആരോടും പറയണ്ടേ, നിന്നോട് മാത്രം പറഞ്ഞത്? അത് കൃഷ്ണ സാറ് ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ നേരിട്ട് ചോദിച്ചാൽ മതി. ഇത്രയും സൽഗുണ സമ്പന്നനും ജോലിയോട് ആത്മാർത്ഥമുള്ള നിങ്ങൾ രണ്ടുപേരോട് ഇരിക്കുമ്പോൾ ജോണിനോട് എന്തെങ്കിലും ഈ കാര്യം പറഞ്ഞതെന്ന് അപ്പോൾ സാറ് തന്നെ ഒരു മറുപടി പറഞ്ഞു തരും കേട്ടോ. നീ ആക്കിയതാണോ? ആ, മനസ്സിലായില്ലേ? ഇങ്ങോട്ട് ചോദ്യം എന്താണ് അതേപോലെ ഉത്തരവിരിക്കും കേട്ടോ. ഓ, ഒന്നും മിണ്ടാണ്ടിരിക്കുവോ? എന്തെങ്കിലും ഒരു കാര്യം കിട്ടി അതിനെ പിടിച്ച് തല്ലുണ്ടാക്കിയോളൂ. നമ്മുടെ സാറിനെ, അത് നമ്മുടെ കമ്പനിയുടെ മാനേജറിനെ ഇവിടുന്ന് ഹെഡ് ഓഫീസിലേക്ക് ഒരു ട്രെയിനിങ്ങിന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമെന്ന് ചിന്തിക്കാൻ പോലും കോമൺ സെൻസ് ഇല്ലാത്തവരാണല്ലോ നിങ്ങളൊക്കെ. താര ഇത്രയ്ക്കൊക്കെ സംസാരിക്കാൻ എന്താ അവിടെ സംഭവിച്ചത് ഞങ്ങൾക്കറിയില്ല. നമ്മളതൊരു കോർപ്പറേറ്റ് ഓഫീസാണ്. ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ട്രെയിനിങ്ങിന് പോകുന്നതും വരുന്നതുമാണ്. പിന്നെ മാനേജർ ലെവലായാലും ശരി, ലോ ലെവലിലാണെങ്കിലും ശരി, അതിനിപ്പോൾ ഇത്ര പ്രത്യേകത ഒന്നുമില്ല. പ്രത്യേകത ഉണ്ട്. എന്ത് പ്രത്യേകത? അത് നമുക്ക് പിന്നെ സംസാരിക്കാം. നീ ആ കൊടുക്കാനുള്ള ഫയലുകൾ കൊടുക്കാം. അത് കൊടുത്താണല്ലോ. നീ കാര്യം പറയടാ. അത് പിന്നെ പറയുന്നല്ലേ പറഞ്ഞത്. നിനക്കതിപ്പം പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് പിന്നെ പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ഓ എടാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് കുഴപ്പം? എനിക്ക് ഉമ്മാരുടെ കുഴപ്പം കേൾക്കാനുള്ള സമയമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം ജോലി ഇവിടെ ഉണ്ട്. ഞാൻ പോവാണ്. ആ, അതാ നല്ലത്. പോയിക്കോ പോയിക്കോ. ആക്കല്ലേ കേട്ടോ.
എന്നാ പിന്നെ ഞാനും അങ്ങോട്ട് പോവാം. നീ ഇവിടെ പോകുന്നു, നിനക്കപ്പോൾ ഇത് കേൾക്കണ്ടേ? നീ എല്ലാം പറഞ്ഞത് പിന്നെ പറയാമോ? എടാ അവിടെ ജോൺ ഇരിക്കുന്നതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. അതെ, ജോൺ ഉണ്ടെങ്കിൽ മനുവിന് എന്താ ഇത്ര വലിയ പ്രശ്നം? ഞാനിപ്പോൾ പറയാൻ പോണ കാര്യത്തിൽ ജോണും ഭാഗമാണ്. അതുകൊണ്ടാണ് അവനിവിടെ ഉള്ളത് അത്ര ഉചിതമല്ല എന്ന് പറയാൻ കാരണം. എടാ അതിന് അവൻ പോയില്ലേ, എന്നാ പിന്നെ താങ്കളതൊന്നും മൊഴിഞ്ഞാലും. ഓക്കെ, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് രാവിലെ രാകേഷിനോട് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഓഫീസ് തലത്തിലും ഹെഡ് ഓഫീസ് തലത്തിലും ചില അഴിച്ചുപണികളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അഴിച്ചുപണികൾ എന്ന് പറയുമ്പോൾ അതായത് മാനേജ്മെൻറ്റ് തലത്തിലും നമ്മുടെ ഓഫീസ് തലത്തിലും പലരുടെയും സ്ഥാനങ്ങൾ മാറാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അയ്യോ, നമ്മുടെ ആരുടെയെങ്കിലും പണി പോവോ? ഓ, അതെനിക്കറിയില്ല. ദൈവമേ, ഈ ജോബ് എങ്ങാനും ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെപ്പെടും. ഈ ഒരു സാലറിയിൽ പെട്ടെന്നൊരു ജോലി ഒപ്പിക്കാനൊക്കെ എന്തൊരു പാടാ. നീ വെറുതെ ആലോചിച്ച് ടെൻഷനാവൊന്നും വേണ്ട. അങ്ങനെ പെട്ടെന്ന് ഒരാളെ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല. അപ്പം നമ്മളെല്ലാ മാസവും നമ്മുടെ പെർഫോമൻസ് അപ്ഡേറ്റ് ചെയ്യുന്നില്ലേ? അതല്ല ഇവിടെ ഇപ്പോൾ ആരും മോശമായിട്ട് പെർഫോം ചെയ്യുന്നുമില്ല. പിന്നെ നമ്മളെന്തിനു പേടിക്കണം? ടെൻഷൻ അടിക്കണ്ടല്ലേ? അല്ല, അപ്പം മനു പറഞ്ഞു തന്നത് എന്താ? പറയുന്നത് എൻ്റെ ഒരു ഡൗട്ട് മാത്രമാണ്. കൃഷ്ണ സാറിനെ കൃത്യസമയത്ത് ഹെഡ് ഓഫീസ് അങ്ങോട്ട് വിളിക്കണമെങ്കിൽ അത് അദ്ദേഹത്തിന് പ്രമോഷന് മുമ്പുള്ള ട്രെയിനിങ്ങോ മറ്റോ കൊടുക്കാനുള്ള വേണ്ടിയായിരിക്കില്ലേ? അപ്പോൾ കൃഷ്ണ സാറിന് പ്രമോഷൻ കിട്ടുമെന്നാണോ നീ പറഞ്ഞു തരുന്നത്? അതെനിക്കറിയില്ല, കിട്ടിയേക്കാം. അല്ലെങ്കിൽ കൃത്യസമയത്ത് ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല, കൃഷ്ണ സാർ അങ്ങനെ പ്രൊമോഷൻ കിട്ടി പോയാൽ തന്നെ നമ്മുടെ ഈ ഓഫീസിൽ ആരായിരിക്കും പിന്നെ മാനേജറായിട്ട് വരിക? എനിക്കൊരു ഡൗട്ടുണ്ട്. എന്താ? അല്ല, ഒരു ഡൗട്ട് മാത്രമാണ്. മനു എന്താന്ന് പറ. പോകുന്നതിന് മുമ്പായിട്ട് പലപ്പോഴായിട്ട് കൃഷ്ണ സാറ് ക്യാബിനിലേക്ക് ജോണിനെ മാത്രം വിളിച്ചിട്ട് എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞില്ലേ താരൻ്റെ അടുത്ത്? ആ മായ എന്നോട് പറഞ്ഞു, ഒരു മാനേജർ എംപ്ലോയിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല എന്നാ ഞാൻ വിചാരിച്ചേ. അല്ല, കൃഷ്ണ സാറ് ജോണിനെ വിളിച്ച് സംസാരിപ്പിക്കുന്ന എന്തിനാന്നാ മനു കരുതുന്നത്? ഞാനായിട്ടൊന്നും പറഞ്ഞു വരുന്നില്ല, നിങ്ങൾ തന്നെ എല്ലാം കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൃഷ്ണ സാർ നമ്മളോട് ആരോടും പറയാതെ ഹെഡ് ഓഫീസിലേക്ക് ട്രെയിനിങ്ങിന് പോകുന്നു. പക്ഷേ ജോണിനോട് അത് പറഞ്ഞു. അതുമാത്രമല്ല, പോകുന്നതിന് മുന്നായിട്ട് കൃഷ്ണ സാറ് പലപ്പോഴായിട്ട് മീറ്റിങ്ങും വെച്ചു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? എന്താ മനസ്സിലാക്കണ്ടേ? ഓഫീസിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ജോണിനെ ഏൽപ്പിക്കാനുള്ള പദ്ധതിയിലാണോ സാറെന്നാണ് എൻ്റെ സംശയം. അപ്പൊ ജോൺ അടുത്ത മാനേജർ ആവുന്നാണോ വിമാനി പറയുന്നേ? ജോണിനെ നമ്മളെല്ലാവരും സാറേന്ന് വിളിക്കേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെ എന്നെ ഈ ഓഫീസിൽ നോക്കണ്ട. അവനെ എന്നെ എനിക്ക് ആദ്യം പറഞ്ഞ് ചോട്ടി പുറത്താകുന്നു. ഓ, നിങ്ങളൊക്കെ കൂടി എല്ലാം കൂടി പാലിച്ച് പ്രാന്താവണ്ട. കമ്പനി എന്ത് തീരുമാനം എടുക്കാനാണെങ്കിലും അത് നമ്മളെ അറിയിക്കും. അതെന്താണെന്നുള്ള അറിയാൻ വേണ്ടി കാത്തിരുന്നാൽ മാത്രം മതി. ഉള്ള സമാധാനങ്ങളും പോയല്ലോ. ആക്ച്വലി എനിക്കിത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അല്ല, നമ്മുടെ ഇടയിലുള്ള ഒരു എംപ്ലോയി തന്നെ മാനേജറായിട്ട് വരുമ്പോഴേ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ആൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എപ്പോഴും ഒരു ഫെയറബിൾ ഡിസിഷനും കാര്യങ്ങളൊക്കെ എല്ലാം എടുക്കുക. അങ്ങനെ കരുതാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും കരുതാം. പക്ഷെ ഞാനും ജോണും മനുവായിട്ടുള്ള പൂർവ്വകാല ബന്ധം വെച്ചിട്ടേ ഞങ്ങൾക്ക് അങ്ങനെ കരുതാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് ഗുണം ചെയ്യില്ല. എടാ, നമ്മൾ ശ്രദ്ധിച്ചേ പറ്റും. നിങ്ങളുടെ അടുത്തൊക്കെ കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ എൻ്റെ ഒരു ഡൗട്ട് മാത്രമാണ്. നിങ്ങളാരും ആ ജോണിനോട് പോയി ഇതൊന്നും ചോദിക്കരുത്. അവൻ എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പണിയാവും. ശരി ശരിയാ, താര പോയി ചോദിക്കാതെ ഞാൻ പോയി. എനിക്ക് നിന്നെ അടി പേടി. എന്നെ എന്തിനു പേടിക്കുന്നേ? ഞാൻ ഓ, മതി മതി മതി. നീ വെറുതെ ഇതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ട. ഇനി നിങ്ങൾ പണികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞതൊക്കെ പോയി ചെയ്യും. ഇല്ലെങ്കിൽ അവന് വല്ല ഡൗട്ട് അടിക്കും. ആ, ക്ലിയർ അല്ലേ? ഞങ്ങൾ ഹലോ കൃഷ്ണ സാർ, എങ്ങനെയുണ്ട് ട്രെയിനിങ് ഒക്കെ? ആണോ? ഓക്കെ ഓക്കെ. ആ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. അതെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇല്ല ഇല്ല, ഒറ്റയ്ക്കാണ് സാർ, പറഞ്ഞോളൂ. ഓക്കെ സാർ. ഇല്ല, ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഓക്കെ, ടേക്ക് കെയർ. എന്താ? എനിക്കൊന്നും തോന്നുന്നില്ല. എന്തോന്നാ? അല്ല, ഇവിടെ ഇപ്പം
നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചൊന്നും തോന്നുന്നില്ലേന്ന്. മനു രാകേഷും പറഞ്ഞതിനെ കുറിച്ചാണോ? അതവർക്ക് അവരുടെ മനസ്സിൽ തോന്നി എന്തൊക്കെ സംശയങ്ങൾ പറഞ്ഞതാ. അവരവരുടെ മനസ്സിൽ തോന്നിയ സംശയങ്ങൾ പറഞ്ഞതായിരിക്കാം. പക്ഷെ ഇവിടെ എന്തോ വലിയൊരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഉൾവിളി എനിക്ക് ഫീൽ ചെയ്യുന്നു. നിനക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിന്റെ മനസ്സ് വെറുതെ കിടന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എടേ, നമുക്ക് ജോണിനോട് പോയി ഈ കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാലോ? ഇപ്പോഴല്ലേ അവർ നമ്മളോട് വന്ന് പറഞ്ഞിട്ട് പോയത് വേറെ ആരോടും ചോദിക്കരുതെന്ന്? അതിനത് അവരറിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ, അവരറിയരുത്. ഇതിന്റെ പേരാണ് വിശ്വാസവഞ്ചന. എന്തെല്ലാം പരിപാടിക്ക് ഞാനില്ല. നിനക്ക് വേണമെങ്കിലേ നീ തന്നെ നേരിട്ട് പോയി ചോദിച്ചു. ഞാൻ നേരിട്ട് തന്നെ പോയി ചോദിച്ചോളാം. എനിക്ക് ആരും പേടിയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഒരു അപ്ഡേറ്റ് പറയാനുണ്ട്. വീണ്ടും അപ്ഡേറ്റോ? ഇന്ന് മുഴുവൻ അപ്ഡേറ്റുകളുടെ ദിവസമാണല്ലോ. എന്താ കാര്യം? അതിനു മുമ്പേ അവന്മാരെ കൂടെ വിളിച്ചോണ്ടോ? അവന്മാരെ വിളിക്കുന്നതിന് മുന്നേ ജോൺ കാര്യം പറ. ഒന്ന് വിളിച്ചോണ്ട് വാടോ. നീ പോയി വിളിച്ചിട്ട് വാ. ഞാൻ വിളിച്ചിട്ട് വരാം. പക്ഷേ ഞങ്ങൾ വരുന്നതിന് മുന്നേ താരയുടെ അടുത്ത് സസ്പെൻസ് പൊട്ടിക്കരുത്. എൻ്റെ പൊന്നുമായ, ഞാൻ സസ്പെൻസ് ഒന്നും പൊട്ടിക്കാൻ പോണില്ല. പോയി വിളിച്ചോണ്ടോ? ഓക്കെ. ഒരു മാറ്റമില്ലല്ലോ. എടാ, നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നതൊക്കെ ശരിയാണോ എന്നറിയാൻ എന്താ ചെയ്യുക? അത് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. നമ്മളെ തേടി തന്നെ വാർത്തെത്തിക്കോളും. എന്നാലും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കായിരുന്നല്ലോ. എന്ത് പ്ലാൻ? എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യരുത്. ആ ശരി ശരി. എടാ, രണ്ടുപേരും പെട്ടെന്ന് വന്ന ഒരു കാര്യമുണ്ട്. ഒരു ചായ മര്യാദയ്ക്ക് കുടിക്കാൻ സമ്മതിക്കരുത്. എടാ, സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, അതുകൊണ്ടാ. ഒന്ന് പെട്ടെന്ന് വാ. അതെ, അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. ഈ ചായ കുടിച്ച് സാവധാനത്തിലേ വരാൻ പറ്റുള്ളൂ. ആ നേരത്തെ തന്നെ ഒരു ചായ വേസ്റ്റ് ആക്കിയാണ്. ഓസിന് കിട്ടേണ്ടത് വേണ്ടേ? ആഹാര പദാർത്ഥങ്ങൾ ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കും. എടാ, അതിന്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് അടച്ചു വെച്ചിട്ട് നിങ്ങളൊന്ന് വാ. അവിടെ അതിലും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കാൻ പോവാ. അതെന്താ ഇത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം? അത് എനിക്കറിഞ്ഞൂടാ, പക്ഷെ ജോൺ പറഞ്ഞറിയാം. ജോണോ? അതെ, ജോൺ. ജോൺ എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ പറയാൻ പോവാ. നിങ്ങൾ രണ്ടുപേരും കൂടെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിളിച്ചതേ ഉള്ളൂ. വേടാ. എടാ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റ് അല്ലേ? നമുക്ക് പണി കിട്ടി തുടങ്ങി അടിയാ. നീ ആവശ്യമില്ലാത്ത പറഞ്ഞ് ടെൻഷൻ അടിക്കല്ലേ. ആദ്യം അവന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. കേൾക്കാനൊന്നുമില്ല, ഇത് സംഭവം അത് തന്നെയാണ്. എടാ, ഇവിടെ നിന്ന് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. നീ വാ, നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം. അതെ, വാ, പോയി നോക്കാം. എനിക്ക് പെട്ടെന്ന് വാ. ജോൺ, അത്ര വലിയ വാർത്തയാണോ പറയാനുള്ളത്? പിന്നല്ലാതെ. ഒരു ക്ലൂ തരുമോ? മായയുടെ ബാധിപ്പ് ഇങ്ങോട്ട് മാറി. കൂടുതൽ ആകെ ക്ഷമയുള്ള തനിക്കാണെന്ന് ഞാൻ വിചാരിച്ചത്. അതൊക്കെ ശരിയാ. പക്ഷേ ഈ പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലെന്നൊരു തോന്നലുണ്ടാവില്ലേ? അതുപോലൊരു തോന്നലാതാ. എന്തായാലും വെയിറ്റ് ചെയ്യും. അവരെല്ലാവരും കൂടെ ഒന്ന് വന്നോട്ടെ, ഞാൻ പറയാം. നിങ്ങൾ സസ്പെൻസ് പൊട്ടിച്ചോ? അയ്യോ, ഒന്നും പൊട്ടിച്ചിട്ടില്ല. അവരുടെ ദേ വരുന്നു. ഇവിടെ ആർക്കും എന്തൊക്കെയോ പറയാണ്ടെന്ന് പറയുന്നത് കേട്ടു. പെട്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പോയി പണിയെടുക്കായിരുന്നു അല്ലേ? അതെ, എല്ലാവരുടെയും ജോലി സംബന്ധമായ ഒരു കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് നീ കൂടുതൽ ആറ്റിറ്റ്യൂഡ് ഒന്നും ഇടണ്ട കേട്ടോ. ജോണ് കാര്യം പറ. ആ, കൃഷ്ണ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണ സാറ് ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തൊരു സർപ്രൈസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ ഇതത് തന്നെ. അല്ല, എന്തായിരിക്കും സർപ്രൈസ്? ഓ, അത് കൃഷ്ണ സാറ് വരുമ്പോൾ പറയും. അതിനെയാണല്ലോ ഈ സർപ്രൈസ് എന്ന് പറയുന്നത്. എന്തായാലും നീ ഒന്നും മിണ്ടാണ്ടിരിക്കുവോ? ജോൺ പറ. ഇപ്പോൾ താര പറഞ്ഞ പോലെ സർപ്രൈസ് എന്നാണുള്ള കാര്യം കൃഷ്ണ സാർ വരുമ്പോൾ നേരിട്ട് നമ്മളോട് പറഞ്ഞോളും. പക്ഷേ അതുവരെ കൃഷ്ണ സാറിൻ്റെ അഭാവത്തിൽ നമ്മുടെ കമ്പനി നോക്കാനും വേണ്ടിയിട്ട് ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് സാറ് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതാര്? അതെ, ആരാ ജോണത്? ഓഫീസിൽ പുതുതായിട്ട് വന്ന താരക്കമായിരിക്കും ചിലപ്പോൾ ആളെ പറഞ്ഞ് മനസ്സിലാവില്ല. പക്ഷേ ഈ ഓഫീസിൽ കുറേ വർഷങ്ങളായിട്ട് നിൽക്കണവന്മാർക്ക് ചിലപ്പോൾ ആളെ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ കഥ നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. നമ്മൾ തമിഴ്നാട്ടിലൊരു ബ്രാഞ്ച് തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് വിട്ടു. വെറും 30 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുക്കനെയാണ് നമ്മൾ തമിഴ്നാട്ടിൽ വിട്ടത്. അപ്പോൾ നമ്മുടെ MD അടുത്ത് പലരും പറഞ്ഞു പുള്ളി അവിടെ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നടക്കില്ലെന്ന്. പക്ഷേ MD തന്നെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. പക്ഷേ അവിടെ ബിസിനസ് തുടങ്ങണമെങ്കിൽ അവിടുത്തെ പാർട്ടിക്കാർക്ക് നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്താൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ അനുഭവം എന്നറിയില്ല, ഒരാഴ്ച കൊണ്ട് അവിടെ ബിസിനസ് തുടങ്ങി.
ഇപ്പം നമ്മുടെ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ബ്രാഞ്ചാണ് തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ ആ ബ്രാഞ്ചിൽ പോയാൽ 30 വയസ്സുകാരൻ പയ്യനാണ് നമ്മുടെ ഓഫീസിലോട്ട് വരാൻ പോകുന്നത്. ഈ KGF-ല് പ്രകാശ് രാജ് ആഷിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലില്ലേ? എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഇത് കേട്ടപ്പോ. ആ സെയിം, എനിക്കും അതേ ഫീലാണ് വരുന്നത്. ആരാ ജോണത്? എന്താ പുള്ളിയുടെ പേര്? സാഗർ. സാഗർ മൂവാറ്റുപുഴ.